ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ OET സക്സസ് ലൈൻ. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു OETയുടെ മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട്. ഓക്കെ, ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് യു ഹാവ് ടു ഫോളോ ഡ്യൂറിങ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ. OETയുടെ എക്സാം ഡേയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ എക്സാമിന് പോകുന്നതിന് ഒരു പ്രീവിയസ് ഡേ തന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ തിങ്സ് നമ്മൾ എടുത്തു വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് കൺഫർമേഷൻ ലെറ്റർ മെയിലായിട്ട് വന്നിട്ടുണ്ടാവും, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ. പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെൻസിൽസ് ഒക്കെ എടുക്കുമ്പോൾ ആ പെൻസിൽ ഒരു 5-10 പെൻസിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും വെക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ പെൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു OMR ഷീറ്റ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2B പെൻസിൽ തന്നെ ആയിക്കോട്ടെ. 2B പെൻസിൽ ജസ്റ്റ് റീഡിങ് ആൻഡ് ലിസണിങ് നിങ്ങൾക്ക് അറിയാം, OMR ഷീറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2B പെൻസിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതല്ലാണ്ട് റൈറ്റിങ്ങിന് നോർമൽ പെൻസിൽ എടുത്താലും മതി. പിന്നെ നമ്മുടെ റൈറ്റിങ്ങിനൊക്കെ പെൻസിൽ എടുത്ത് പോകുമ്പം ഏറ്റവും ലാസ്റ്റ് പ്രീവിയസ് ഡേ നല്ലപോലെ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ന്യൂ ആയിട്ട് പോയി എടുക്കാതിരിക്കുക. പിന്നെ അത് 2-3 പ്രാവശ്യം ഒരു ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഒന്ന് പോകാനായിട്ട് അതൊന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ പിന്നെ എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഫോട്ടോസ് ഓൾറെഡി അവിടെ കൊടുത്തു കാണും, അല്ലെങ്കിൽ സൈറ്റിലിട്ട് കാണും. അതല്ലാണ്ട് അവിടെ ചെല്ലുമ്പം വേറൊരു ഫോട്ടോയും കൂടെ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രീ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ കയറ്റി വിടുന്ന ആ സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ പുറത്ത്, പാസ്പോർട്ടും കൂടി എടുക്കാനായിട്ട് ഓർക്കണം, പാസ്പോർട്ടിൻ്റെ പുറത്തായിട്ട് ഒരു പേപ്പർ ഒട്ടിച്ച് തരും നിങ്ങൾക്ക് അവിടെ. അതായത് നിങ്ങളുടെ സ്പീക്കിങ്ങിൻ്റെ നമ്പർ ആയിരിക്കും അത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ജസ്റ്റ് എക്സാമിന് മുമ്പുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഓരോ ഉപകരണങ്ങളും നിങ്ങൾ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഈവൻ വാച്ച് പോലും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കും. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഡേ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പെൻസിൽ കയ്യിൽ കരുതി വെക്കുക. പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു 3-4 പെൻസിൽ 2 ഭാഗങ്ങളും ഷാർപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ലിസണിങ്ങിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇൻ കേസ് ഒരു പെൻസിലെങ്ങാനും താഴെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത പെൻസിൽ ഉരുണ്ടുപോയി എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നെക്സ്റ്റ് പെൻസിലിൽ പിന്നെ ഉപയോഗിക്കാം. അതുമല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഭാഗവും ഷാർപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലിസണിങ് ചെയ്യുമ്പം ഒരെണ്ണത്തിൻ്റെ ആ ഒരു നിബ് പെട്ടെന്നെങ്ങാനും പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു പെൻസിൽ എടുക്കാൻ പൗച്ചിൻ്റെ ഉള്ളിൽ കൈ തിരികെ എടുക്കാനൊക്കെ വളരെയധികം സമയം വേണ്ടി വരും. അപ്പം നമുക്കൊരു 2 സെക്കൻഡ് പോലും കളയാനില്ല നമുക്കവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളും പിന്നെ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് മറ്റൊരു ഭാഗം കൊണ്ട് നമുക്ക് എക്സാം ഓർ ലിസണിങ് എഴുതാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെന്നും കൂടെ കരുതേണ്ടതായിട്ട് വരും. നമ്മൾ സാധാരണ നമ്മുടെ എക്സാം ഷീറ്റ് നമ്മുടെ അടുത്ത് കിട്ടിയതിന് ശേഷം അവിടെ ഒരു സിഗ്നേച്ചർ ഒക്കെ ഇടാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ നോക്കുക, പ്രിന്റഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ, നമ്മുടെ പേരൊക്കെ കറക്റ്റ് ആണോ എഴുതി വെച്ചിരിക്കുന്നത്, അതൊക്കെ നോക്കുക. കാരണം നമ്മുടെ റിസൾട്ടൊക്കെ ആ ഒരു പേരിലാണ് പിന്നെ വരാൻ പോകുന്നത്. നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നതും അതിനിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ. പിന്നെ നമ്മൾ ലിസണിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻസിലൊക്കെ ആ 2 ഭാഗങ്ങളൊക്കെ ഷാർപ്പ് ചെയ്തിട്ട് പോകുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെയിനായിട്ട് നിങ്ങൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർ ചെക്ക് ചെയ്യിപ്പിക്കും. എന്തായാലും നിങ്ങളുടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എവിടെയാണോ ആ ഹെഡ്സെറ്റിൻ്റെ ലാസ്റ്റ് ഭാഗം പോയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് ലൂസ് കണക്ഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുവാണെങ്കിൽ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പറ്റുവാണെങ്കിൽ തന്നെയും പിന്നെയും അവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് നോക്കുക. കാരണം നമ്മളൊന്ന് ജസ്റ്റ് ലിസണിങ് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പം ചിലപ്പം ലൂസ് കണക്ഷൻ ആവാൻ കൂടുതലായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ലാസ്റ്റ് പിന്നെ കൈ പൊക്കുക, അവർ വരിക, നമ്മുടെ ടൈം പോകുന്നു, 2-3 ആൻസേഴ്സ് നമുക്ക് കിട്ടാതായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നം ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസ്കണക്ട് ആയിപ്പോയി, നിങ്ങൾക്ക് നല്ലോണം കേൾക്കുന്നില്ല, ഒന്ന് ഹാൻഡ് റേസ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ വരും. പിന്നെ ഒന്ന് റീപ്ലേ ഒന്നും ചെയ്ത് അവർ ആ സമയത്ത് തരത്തില്ല. പിന്നെ ഒരു ലെങ്തി, അതായത് ഒരു 3-4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല, കാരണം അത്രയും സമയം ഇൻവിജിലേറ്റർ വരാനായിട്ട് സമയം എടുത്തു. അങ്ങനെയൊക്കെ കാര്യമാണെങ്കിൽ നമുക്ക് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രേക്കിന്റെ കാര്യമാണ്. എക്സാം ലിസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മുടെ ഒരു റൈറ്റിംഗ് ഫിനിഷ് ആവുന്നത് വരെ നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ ഇറങ്ങി ബ്രേക്കിന് പോകാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടി അവരൊരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടുണ്ട്.
നമുക്ക് റീഡിങ്ങിന്റെ B&C പാർട്ടിന്റെ സമയത്ത് എ പാർട്ടിൽ നമ്മളെ വിടത്തില്ല പുറത്ത്. B&C എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ജസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് പുറത്ത് പോയി വരാൻ പറ്റും. അതുമല്ല റൈറ്റിംഗ് സബ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമുക്ക് അതിലും നമുക്ക് പോകാൻ പറ്റും. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ടെസ്റ്റിന്റെ 10 മിനിറ്റ്സ് ലാസ്റ്റ്, അതായത് റൈറ്റിംഗ് ടെസ്റ്റ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നിങ്ങളെ പുറത്ത് വിടത്തില്ല. അതുപോലെ തന്നെ റീഡിങ്ങിന്റെ ലാസ്റ്റ് 10 മിനിറ്റ്സിൽ വിടത്തില്ല. ഇത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് ചെയ്യുമ്പോൾ റൈറ്റിംഗിൽ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ബുക്ക്ലെറ്റിൽ ഫസ്റ്റ് പേജിൽ നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് പ്രിന്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പേജിൽ ഒരു 32+32 ലൈൻസ് ഉള്ള ഒരു പേപ്പർ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പേപ്പറിൽ 32 ലൈൻസ് ഉണ്ടാവും, സെക്കൻഡ് മറക്കുമ്പോൾ 32 ലൈൻസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് റൈറ്റിംഗിൽ ഒരു ലാസ്റ്റ് പേജ്, ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ബ്ലാങ്ക് പേജിൽ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യേണ്ട സ്ഥലമാണ് ആ ഒരു ബ്ലാങ്ക് പേജ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഒരിക്കലും നിങ്ങളുടെ അസസ്മെന്റ് ക്രൈറ്റീരിയന്റെ അണ്ടറിൽ വരത്തില്ല. അവർ അസസ് ചെയ്യത്തില്ല അത്. ഓക്കെ. അപ്പോൾ അത് എന്ത് വേണമെങ്കിലും അവിടെ എഴുതാം, ഇറൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് വേറൊരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവിടെ എക്സാമിന് പോയിരിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ്സ് നമുക്ക് അവിടെ നമ്മൾക്ക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് തരുന്നതിന് ശേഷം അവർ പറയാതെ നിങ്ങൾ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അവരത് മാൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതിലേക്കോട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നെക്സ്റ്റ് നമ്മൾ ഇപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു, അതായത് റൈറ്റിംഗ് ചെയ്തു അല്ലെങ്കിൽ ലിസണിങ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റോപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ പെന്നും പെൻസിലും നിങ്ങൾ താഴെ വെക്കാൻ പറയുമ്പം പെന്ന് നമുക്ക് ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും, അതായത് നിങ്ങളുടെ പെന്നോ പെൻസിലോ ഇറൈസറോ നമ്മുടെ കയ്യിലൊന്നും വെക്കാനായിട്ട് പാടില്ല. എല്ലാം താഴെ വെച്ചേക്കണം, അല്ലെങ്കിൽ അവർ മാൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിനോട് കൂടെ തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സമയം, അല്ലെങ്കിൽ ഒരു 2.5 hour 3 hours എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ പീക്ക് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സമയം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു നല്ല മൈൻഡോട് കൂടി തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും തന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.